നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ ജില്ലാ ഹോസ്പിറ്റൽ കെട്ടിടങ്ങളെ ബന്ധിപ്പിക്കാൻ മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിക്കാൻ ആലോചന. ഇതിനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തും. TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ നൽകിയത് മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ്. തങ്ങൾ കൊടുത്ത വാർത്തയിൽ പിശക് കണ്ടെത്തിയാൽ വാർത്ത കൊടുത്ത അതേ ഊക്കോടെ അത് തിരുത്താനും തയ്യാറാവണമെന്നും ബൈജുനാഥ്. നാട്ടുകൾ തള്ളച്ചിറയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. കുളാക്കുറിശി പാടശേഖരത്തെ KV ഹാരിസിന്റെ 50 വാഴകൾ പന്നികൾ നശിപ്പിച്ചു. ജോലി മാത്രം മിച്ചം, കൃഷിയിൽ നിന്ന് 1 രൂപ വരുമാനം ലഭിക്കാത്ത സാഹചര്യമാണെന്നും കർഷകർ. ഒറ്റപ്പാലം ലക്കിടിയിൽ പ്ലൈവുഡ് സ്ഥാപനത്തിൽ തീപിടിച്ച് 15 ലക്ഷം രൂപയോളം നഷ്ടം. എവർഗ്രീൻ പ്ലൈവുഡ് എന്ന സ്ഥാപനത്തിലാണ് തീപിടിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ 2 ബ്ലോക്കുകളെ ബന്ധിപ്പിക്കുന്നതിന് ദേശീയപാതയിൽ മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിക്കുന്നതിന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സംയുക്ത പരിശോധന നടത്തും. താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയുടെ ഇരുവശങ്ങളിലായാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ കെട്ടിടങ്ങൾ ഉള്ളത്. ഇരുവശങ്ങളിലായുള്ള 2 ബോർഡുകളെയും ബന്ധിപ്പിക്കുന്നതിന് മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിക്കാൻ ആലോചിക്കുന്നുണ്ട്. ഇതിന്റെ മുന്നോടിയായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സംയുക്തമായി സ്ഥലത്ത് പരിശോധന നടത്തും. ജനുവരി 8-ന് പരിശോധന നടത്താമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനിച്ചു. രോഗികളുടെ കൂടെ വരുന്നവർ, ആശുപത്രി ജീവനക്കാർ അടക്കമുള്ളവരുടെ പ്രയാസത്തിന് പരിഹാരം കാണുകയാണ് ലക്ഷ്യം. ചെർപ്പളശ്ശേരിയിൽ അനധികൃതമായി പ്രവർത്തിച്ച ഹോട്ടലിന് പൂട്ടിട്ട് നഗരസഭ. ഹോട്ടലിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട പിഴവുകൾ ചൂണ്ടിക്കാട്ടി നിരവധി തവണ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും പ്രവർത്തനം തുടർന്ന ഹോട്ടലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി അടച്ചുപൂട്ടിയത്. ചെർപ്പളശ്ശേരി ഒറ്റപ്പാലം റോഡിൽ പ്രവർത്തിക്കുന്ന റോളക്സ് ഹോട്ടലാണ് ഞായറാഴ്ച വൈകിട്ടോടെ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടിയത്. സ്ഥാപനത്തിന്റെ ലൈസൻസിയായിരുന്നയാൾ മരണപ്പെട്ട ശേഷവും ലൈസൻസ് പുതുക്കാതെ സ്ഥാപനം പ്രവർത്തിച്ചു വരികയായിരുന്നു. ലൈസൻസ് പുതുക്കാൻ നഗരസഭയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നെങ്കിലും മതിയായ രേഖകൾ ഇല്ലാത്തതിനാൽ സ്ഥാപനത്തിന് ലൈസൻസ് പുതുക്കി നൽകിയിരുന്നില്ല. തുടർന്ന് നഗരസഭ ഹോട്ടലിന് സ്റ്റോപ്പ് മെമ്മോയും നൽകിയിരുന്നു. എന്നാൽ ഇത് ലംഘിച്ച് ഹോട്ടൽ പ്രവർത്തിച്ചതോടെയാണ് ഞായറാഴ്ച വൈകിട്ട് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കുഞ്ഞുമോൻ ജോസ്, ജയപ്രകാശ്, ക്ലർക്ക് നൌഫൽ എന്നിവരുടെ നേതൃത്വത്തിൽ ചെർപ്പളശ്ശേരി പോലീസിന്റെ സഹായത്തോടെ ഹോട്ടൽ അടച്ചുപൂട്ടിയത്. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും സ്ഥാപനം പ്രവർത്തിക്കുന്നത് കർശനമായ നിയമലംഘനമാണെന്നും ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു. നമ്മുടെ ചെർപ്പളശ്ശേരി നഗരസഭയുടെ 25-ാമത്തെ വാർഡിൽ 602 നമ്പർ കെട്ടിടമുറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോളക്സ് ഹോട്ടൽ എന്ന സ്ഥാപനത്തിൻ്റെ നിലവിലുള്ള ലൈസൻസ് ഖദീജ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം അത് പുതുക്കാനുള്ള സമയത്ത് വരുന്ന ഗ്യാപ്പിൽ ഈ ഖദീജ ഉമ്മയുടെ അനന്തരാവകാശങ്ങൾ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നത് മൂലവും പിന്നെ അവരുടെ പുതിയ അപേക്ഷ പരിഗണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അനന്തരാവകാശങ്ങളെ കാണിക്കാത്തതിനാലും പിന്നെ മുനിസിപ്പൽ ഓഫീസിൽ നിന്നുള്ള മറ്റേ നിയമോപദേശം കിട്ടിയതിനാലും ഇത്തരം ആൾക്കാർക്ക് ലൈസൻസ് കൊടുക്കാൻ പാടില്ല എന്നും പറയുകയും ചെയ്തു. ഇതിനെപ്പറ്റി ഞങ്ങൾ ഒരു വിശദമായിട്ടുള്ളൊരു അങ്ങോട്ട് ചോദ്യം കൃത്യമായിട്ട് മറുപടി തരികയോ ഒന്നും ചെയ്തിട്ടില്ല. അനന്തരം കൗൺസിൽ യോഗം കൂടി ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ നിർദ്ദേശ അനുസരണം നമ്മുടെ ഈ ഹോട്ടൽ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് വരികയും സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു. എന്നാൽ ഈ സ്റ്റോപ്പ് മെമ്മോയ്ക്ക് ശേഷം പിന്നീട് തുടർന്ന് പ്രവർത്തിക്കുന്നത് കാണുകയാൽ പിന്നീട് ലഭിച്ച അർജൻറ്റായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലായി അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ നമ്മുടെ ഈ ഷോപ്പ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് പോലീസിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ അടച്ചുപൂട്ടി സീൽ ചെയ്തിട്ടുള്ളതാണ്. സ്റ്റോപ്പ് മെമ്മോ അതായത് മുനിസിപ്പാലിറ്റി ഒഫീഷ്യലി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇവർ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഓഫീസ് ഇല്ലാത്ത സമയങ്ങളിൽ രാത്രി സമയത്തൊക്കെയാണ് നമ്മൾ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് 6-7 മണിക്കൊക്കെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. നമ്മൾ വരുമ്പോൾ പകൽ വന്ന് നോക്കുമ്പോൾ ഈ സാധനം പൂർണ്ണമായിട്ട് അടച്ചു കിടക്കുന്ന സ്ഥാപനമാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ നോക്കിയപ്പോഴും രാത്രി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നലെ
എല്ലാ കാര്യങ്ങളും സന്നാഹങ്ങളും ഒരുക്കാൻ പറ്റിയില്ല. ഇന്ന് എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിട്ട് പോലീസിനെ അറിയിച്ച് KSEBിനെ എല്ലാവരെയും അറിയിച്ചിട്ടാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. അങ്ങനെ ഇതിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അടച്ചു പൂട്ടാൻ പോവുകയാണ്. TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ നൽകിയത് മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ്. കേരള ജേർണലിസ്റ്റ് യൂണിയൻ മണ്ണാർക്കാട് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തങ്ങൾ കൊടുത്ത വാർത്തയിൽ പിശക് കണ്ടെത്തിയാൽ വാർത്ത കൊടുത്ത അതേ ഊക്കോടെ അത് തിരുത്താനും തയ്യാറാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. കൊടിസുനിക്ക് പരോൾ അനുവദിച്ചത് മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശയോടെ ആയിരുന്നു എന്നായിരുന്നു ആദ്യ ദിവസത്തെ വാർത്ത. സത്യം മനസ്സിലാക്കിയ ചില മാധ്യമങ്ങൾ അത് തിരുത്തി. പരോൾ അനുവദിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷനല്ല, അതിനുള്ള വിവേചനാധികാരം സർക്കാരിനാണ്. ഇതിനുള്ള ഉത്തരവോ ശുപാർശയോ നൽകാൻ മനുഷ്യാവകാശ കമ്മീഷനാകില്ല. കൊടിസുനിയുടെ പരോൾ അപേക്ഷ പരിഗണനയ്ക്ക് വന്നപ്പോൾ സുനിയുടെ അമ്മയുടെ പരാതി പരിഗണിച്ച് മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ താൻ ജയിൽ വകുപ്പ് മേധാവിയോട് നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശമാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശമായി വ്യാഖ്യാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യാവകാശ കമ്മീഷന് പരോൾ അനുവദിക്കാൻ ശുപാർശ ചെയ്യാനോ ഉത്തരവ് കൊടുക്കാനോ ഉള്ള അധികാരമില്ല. പക്ഷെ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ ഒരു പരാതി വന്നു. മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ ഏത് പരാതി വന്നാലും അതിൽ മനുഷ്യാവകാശ ലംഘനമുണ്ടോ പരിഗണിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു ഉത്തരവാദിത്വം, അത് ക്ലോസ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് മനുഷ്യാവകാശ കമ്മീഷൻ. അത് ഗവൺമെന്റിനോട് ചോദിക്കും, അധികാരികളാണെങ്കിൽ പോലീസിനോട് ചോദിക്കും, റിപ്പോർട്ട് ആവശ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ വ്യക്തിയുടെ അമ്മ നൽകിയ ഒരു പരാതിയായിരുന്നു, അപേക്ഷയായിരുന്നു. അവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് മരിക്കുന്നതിന് മുമ്പ് മകനോടൊപ്പം കുറച്ച് ദിവസം താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, 6 കൊല്ലമായി പരോൾ കിട്ടിയിട്ട് ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് പോകല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ ഒരു പാരഗ്രാഫ് കൂടി എഴുതി. എന്നിരുന്നാലും ഈ പരോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് ഈ പരാതിക്കാരി മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ വന്ന് പറഞ്ഞ കാര്യം മാനുഷിക പരിഗണന അറിയിക്കുന്നതാണോ എന്ന് പരിശോധിക്കാൻ ഡയറക്ടർ ജനറൽക്ക് നിർദ്ദേശം കൊടുത്തു. മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ചികിത്സ ഏർപ്പെടുത്തിയ മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രി MD ഷാജി മുല്ലപ്പള്ളിക്കുള്ള ആദരം ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ M. വിനോദ് ഏറ്റുവാങ്ങി. താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശുശ്രൂഷയ്ക്കിടെ ഗുരുതരാവസ്ഥയിലായ യുവതിയെ രക്ഷിക്കാൻ പ്രോട്ടോകോൾ നോക്കാതെ സഹായവുമായി എത്തിയ മണ്ണാർക്കാടിന്റെ ഡോക്ടർ K. കമ്മാപ്പയെ ചടങ്ങിൽ ആദരിച്ചു. മണ്ണാർക്കാട് റൂറൽ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റർ M. പുരുഷോത്തമൻ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ, ജില്ലാ ജഡ്ജി ജോമോൻ ജോൺ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P. ജയൻ, നഗരസഭാ കൗൺസിലർമാരായ TR സെബാസ്റ്റ്യൻ, CP പുഷ്പാനന്ദൻ, അരുൺകുമാർ പാലകുർശി, K. മൻസൂർ, മുഹമ്മദ് ഇബ്രാഹിം, KJU ജില്ലാ പ്രസിഡന്റ് TV ശിവദാസൻ, ഗിരീഷ് ഗുപ്ത, സുനിൽ, C. രാമൻകുട്ടി, ബിജു പോൾ എന്നിവർ പ്രസംഗിച്ചു. നാട്ടുകൾ തള്ളച്ചിറയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. വിളകൾ നട്ട് കർഷകർ വീട്ടിലെത്തുമ്പോഴേക്കും അവ നശിപ്പിക്കുന്ന സ്ഥിതിയാണ്. കുളാകുറിശി പാടശേഖരത്തെ KV ഹാരിസിന്റെ 50 വാഴകൾ പന്നികൾ നശിപ്പിച്ചു. നാട്ടുകൾ തള്ളച്ചിറ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ പാടശേഖരങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം അതിരൂക്ഷമാണ്. വിളകൾ മണ്ണ് തൊട്ടാൽ അവ നശിപ്പിക്കുന്ന സ്ഥിതിയാണെന്ന് കർഷകർ പറയുന്നു. KV ഹാരിസ് 4 മാസം മുന്നേ കുളാകുറിശി പാടത്ത് വെച്ച 400 വാഴകളിൽ 40 എണ്ണം പന്നികൾ കൂട്ടത്തോടെത്തി നശിപ്പിച്ചു. തൊട്ടടുത്ത പാടങ്ങളിലെ കൂവയും പച്ചക്കറികളും വ്യാപകമായി നശിപ്പിച്ചതായി ഹാരിസ് പറഞ്ഞു. ജോലി മാത്രം മിച്ചം, കൃഷിയിൽ നിന്നും 1 രൂപ വരുമാനം ലഭിക്കാത്ത സാഹചര്യമാണെന്നും കർഷകർ പറയുന്നു. ഗ്രാമപഞ്ചായത്ത് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണണമെന്ന് ഹാരിസ് ആവശ്യപ്പെട്ടു. ഇതിപ്പോൾ വാഴ കൃഷി മാത്രമല്ല, ചേമ്പ്, ചേന, പൂള, കൂവ, ഈ വക ശല്യമൊക്കെ ഇപ്പോൾ ഉമ്മർ എന്ന് പറഞ്ഞ ആൾ കണ്ടമാനം കൂവ കൃഷി ഉണ്ടാക്കുന്നതാണ്. അവൻ്റെ കൂവയൊക്കെ 2 മാസം മുമ്പ് ഫുള്ള് നിരത്തിപ്പോയി. ഇതിപ്പോൾ ഈ കൃഷിക്കാർക്ക് ഇപ്പോൾ ഇതുകൊണ്ടിപ്പോൾ ഇതിന് പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വെടിവെക്കേണ്ട സൗകര്യമോ അല്ലെങ്കിൽ ഈ പന്നിക്കൊരു വേലി കെട്ടലുണ്ട്, എന്നമാതിരി വേലിയോ എന്തെങ്കിലും കെട്ടി കൃഷിക്കാരെ സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. മൈലിയാടി വനത്തിൽ നിന്നും കൂട്ടത്തോടെ വരുന്ന പന്നികൾ തള്ളച്ചിറയിൽ മാത്രമല്ല നാട്ടുകലിലെ വിവിധ പ്രദേശങ്ങളിൽ കൃഷിനാശം വരുത്തുന്നുണ്ട്. ഒറ്റപ്പാലം ലക്കിടിയിൽ പ്ലൈവുഡ് സ്ഥാപനത്തിന് തീപിടിച്ചു. 15 ലക്ഷം രൂപയോളം വിലപിടിപ്പുള്ള സാധനങ്ങൾ കത്തി നശിച്ചതായി ഉടമ. ഞായറാഴ്ച രാവിലെ 10:30-യോടെയായിരുന്നു സംഭവം.
ലക്കിടി ലാഡർ തിയേറ്ററിന് സമീപത്തെ എവർഗ്രീൻ പ്ലൈവുഡ് എന്ന സ്ഥാപനത്തിലാണ് തീ പടർന്നത്. ഞായറാഴ്ച ആയതിനാൽ തൊഴിലാളികൾ ആരും ഉണ്ടായിരുന്നില്ല. ഇതിനാൽ വലിയ അപകടം ഒഴിവായി. ഷൊർണൂരിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത്. 35 ലക്ഷം രൂപയോളം വില വരുന്ന സ്റ്റോക്ക് കടയിൽ ഉണ്ടായിരുന്നു. ഇതിൽ പകുതിയോളം കത്തിനശിച്ച നിലയിലാണ്. വനനിയമ ഭേദഗതിക്കും ഫോറസ്റ്റ് ഗുണ്ടാരാജിനുമെതിരെ കിഫ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഫ്രീഡം മാർച്ച് നടത്തി. കാഞ്ഞിരപ്പുഴ കാഞ്ഞിരം ടൗണിൽ നടത്തിയ മാർച്ചിൽ 100 കണക്കിന് കർഷകർ പങ്കെടുത്തു. കേരളത്തിൽ ഫോറസ്റ്റ് ഗുണ്ടരാജിന് വഴിവെക്കുന്ന കാടൻ വനനിയമ ഭേദഗതി പിൻവലിക്കുക, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മനുഷ്യത്വരഹിതമായ നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിച്ചത്. പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കാഞ്ഞിരം ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ കിഫ ചെയർമാൻ അലക്സ് ഒഴുകയിൽ മുഖ്യപ്രഭാഷണം നടത്തി. നവംബർ 1 ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത വനനിയമ ഭേദഗതി ക്യാബിനറ്റ് കൂടിയാണ് തീരുമാനിച്ചതെന്ന് അലക്സ് ഒഴുകയിൽ പറഞ്ഞു. 2024 ഡിസംബർ 12 മുമ്പ് ഈ വനനിയമം അംഗീകരിക്കില്ലെന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞതായി തെളിയിച്ചാൽ കിഫ എന്ന സംഘടന പിരിച്ചുവിടാമെന്നും അദ്ദേഹം പറഞ്ഞു. നവംബർ 1 ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ അത് ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരൂ. അപ്പൊ എന്നായിരിക്കും ഈ നിയമം കേരളത്തിലെ ക്യാബിനറ്റ് പരിഗണിച്ചത്? മിനിമം ഒക്ടോബർ മാസത്തിലോ അല്ലെങ്കിൽ സെപ്റ്റംബറിലോ ആണ്. അപ്പോൾ ഈ പറയുന്ന കർഷക പാർട്ടി എന്നറിയപ്പെടുന്ന കേരള കോൺഗ്രസിന്റെ റോഷി അഗസ്റ്റിൻ എന്ന മന്ത്രി അടക്കമുള്ള ഈ ആളുകൾക്ക് ഇതിനെപ്പറ്റി വിവരം കിട്ടിയിട്ട് എത്ര ദിവസമായിട്ടുണ്ടാവും? ഞാൻ പരസ്യമായി ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരെയും വെല്ലുവിളിക്കുക. 2024 ഡിസംബർ 12 എന്ന തീയതിക്ക് മുമ്പ് ഈ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ട്, ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല, ഇത് ജനവിരുദ്ധമാണ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പോസ്റ്റ്, ഒരു പ്രസ് റിലീസ്, എന്തെങ്കിലും ഒരു കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയെങ്കിൽ കിഫയുടെ സംഘടനകൾ പിരിച്ചുവിടാം. നിങ്ങൾ പറ, നിങ്ങൾ കാണിക്കുന്നേ പരസ്യമായിട്ട് റോഡിൽ നിന്ന് വെല്ലുവിളിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? 60 ദിവസത്തിൽ കൂടുതൽ റോഷി അഗസ്റ്റിൻ അറിയാമല്ലോ ഈ പ്രശ്നം. റോഷി അഗസ്റ്റിനുള്ള മന്ത്രിസഭയിലല്ലേ ഇത് അംഗീകരിച്ചത്? എന്നിട്ട് എന്ത് ചെയ്തു? ജോസ് കെ മാണിയുടെ പ്രസ്താവന ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു ഡിസംബർ 14. ഇപ്പൊ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്ക്, നിങ്ങളുടെ മൊബൈലിലേക്ക് ജോസ് കെ മാണിയുടെ പ്രൊഫൈൽ നോക്ക്. ഡിസംബർ 14 ഫസ്റ്റ് പോസ്റ്റ്. റോഷി അഗസ്റ്റിൻ ഇതിനെപ്പറ്റി ഇതുവരെ മിണ്ടിയിട്ടില്ല. വനം മന്ത്രി ന്യായീകരിച്ചങ്ങ് മെഴുകുമായിരുന്നു. ഇപ്പൊ എന്താണെങ്കിലും ഞങ്ങൾ പരിശോധിക്കാൻ വന്നായിട്ടുണ്ട്. ഏതായാലും ഡിസംബർ 31 വരെ പരാതി നൽകാൻ അവസരം നൽകി കേട്ടോ. കിഫ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സണ്ണി ജോസഫ് കിഴക്കേക്കര അധ്യക്ഷത വഹിച്ചു. ഫാദർ സജി ജോസഫ് വിഷയാവതരണം നടത്തി. ജോമി മാളിയേക്കൽ, അബ്ബാസ് ഓർവഞ്ചിറ, അഡ്വക്കേറ്റ് KT തോമസ്, പ്രവീൺ ജോർജ്, അഡ്വക്കേറ്റ് ബോബി ബാസ്റ്റിൻ, രമേശ് ചേവക്കുളം എന്നിവർ പ്രസംഗിച്ചു. പ്രശസ്ത ചിത്രകാരൻ സുഭാഷ് തോടയത്തിന്റെ യാത്രാവിവരണം സുബൻ സിരി കെ കിനാരെ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യകാരി അനിത നായർ പുസ്തകം പ്രകാശനം ചെയ്തു. പ്രശസ്ത ചിത്രകാരനും അധ്യാപകനും സാംസ്കാരിക ഗ്രന്ഥശാല പ്രവർത്തകനുമായ ആർട്ടിസ്റ്റ് സുഭാഷ് തോടയത്തിന്റെ ആദ്യ പുസ്തകമാണ് സുബൻ സിരി കെ കിനാരെ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട യാത്രാവിവരണ ഗ്രന്ഥം. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ സുഭാഷ് തോടയവും സുഹൃത്തുക്കളും നടത്തിയ യാത്രയുടെ വിവരണമാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം. പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രങ്ങളും സുഭാഷ് തോടയം തന്നെ വരച്ചതാണ് എന്നതാണ് ഗ്രന്ഥത്തിന്റെ മറ്റൊരു പ്രത്യേകത. ശനിയാഴ്ച വൈകിട്ട് മുണ്ടക്കോട്ടുകുറിശി ജനകീയ വായനശാല ആർട്ട് ഗാലറിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യകാരി അനിത നായർ പുസ്തകം പ്രകാശനം ചെയ്തു. പെയിന്ററിന്റെ കാഴ്ചപ്പാട് is very different from a writer. ചെറിയ ഡീറ്റെയിൽസ് കാണും. നമ്മളിപ്പോ എഴുത്തുകാര് കാണാത്ത കാര്യങ്ങള് ചിത്രകാര് കാണും. അത് യാത്രാ വിവരണത്തിലേക്ക് വരുമ്പോൾ അതൊന്നും കൂടെ യാത്രാ വിവരണത്തിന് ഒരു എന്താ പറയാ ജീവൻ കൊടുക്കണ മാതിരിയാണ് ആ എഴുത്തിനുള്ളത്. അപ്പോ ആ ഒരു ഡീറ്റെയില് നിങ്ങൾ എല്ലാവരും പുസ്തകം വാങ്ങി വായിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വായിക്കുക. ഇതില് യാത്രാ വിവരണം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ ഒരു യാത്രാ വിവരണത്തിന്റെ സ്റ്റൈൽ എങ്ങനെയായിരുന്നു വെച്ചാൽ, ഞാൻ ഈ നാട്ടിലെത്തി, അവിടെ സൂര്യോദയം കണ്ടു, പിന്നെ
അവിടെ പോയി അവിടുത്തെ മോണ്യുമെന്റ് കണ്ടു, അവിടുത്തെ കൊട്ടാരം കണ്ടു എന്നൊക്കെ പറഞ്ഞു. അതല്ലാതെ മനുഷ്യന്മാരായിട്ടുള്ള ഇടപഴകലും അവിടുത്തെ പ്രകൃതി ഭംഗിയെ കുറിച്ച് എഴുതാനും ഒക്കെ ഉള്ളത് ഒരു ഇക്കാലത്തെ യാത്രാ വിവരണത്തിന്റെ ഒരു രീതി അങ്ങനെയാണ്. ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റുമായ ഇ ചന്ദ്രബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ CP ചിത്രഭാനു പുസ്തകാവലോകനം നടത്തി സംസാരിച്ചു. വായനശാല പ്രസിഡന്റ് M കുമാരൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വരുൺ K, സംഗീത P തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കലാസാംസ്കാരിക സാഹിത്യരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വിവിധ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി നവീകരിച്ച CH കോൺഫറൻസ് ഹാൾ നാടിന് സമർപ്പിച്ചു. AT മുഹമ്മദ് ബഷീർ MP കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പൊതുപരിപാടികൾ, യോഗങ്ങൾ തുടങ്ങിയവ നടത്തുന്നതിനായി ഉപയോഗപ്പെടുത്തുന്നത് CH ഹാളാണ്. 3 വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച തുക വിനിയോഗിച്ചാണ് ഹാളിൻ്റെ നവീകരണം പൂർത്തിയാക്കിയത്. AT മുഹമ്മദ് ബഷീർ MP ഹാൾ ഉദ്ഘാടനം ചെയ്തു. വളരെ ഫൈനായിട്ട് എല്ലാത്തിലും ഇവിടെ നമ്മുടെ സ്ഥലത്തോടെ ചൂണ്ടിക്കാണിച്ചു. ഇവിടെ ഇപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റ് വരികയും മറ്റ് സംഗതികൾ കൂടി ആവുകയും ഇപ്പോൾ ലിഫ്റ്റ് കൂടി മേടിക്കുന്നില്ല. 2500-3000 റുപ്യൻ്റെ അടുത്ത് നമുക്ക് ഇതിലേക്ക് വരുമാനം ഉണ്ടാവുകയില്ല. ചെറിയ കാര്യമല്ല. ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മാസത്തെ ആ നിലയിലുള്ളൊരു വരുമാനം ഉണ്ടായിത്തീരുന്നത് നല്ല ഒരു മാറ്റമായി. ഏതാണ്ട് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. നല്ല കഴിയുന്നത്ര ഓഫീസ് സൗകര്യങ്ങൾ ആവശ്യമാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC റമീഷ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KT അജ്മൽ, റഹ്മത്തുന്നീസ താമരത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സദക്കത്ത്, V ഐഷുമ്മ, P സുനീർ, T സുലൈക്ക, കൊരമ്പേൽ ശങ്കരൻ, V മജീദ്, PH ഷമീം, P സലീൽ, KP പ്രേമലത, KK കൃഷ്ണജ, KK അസ്കർ, MK സുഹുറ, T സൈനുൽ ആബിദ്, M സുനീറ, മുസ്തഫ പൂക്കോയത്തങ്ങൾ, TS പൂക്കോയത്തങ്ങൾ, കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ്, KP ഗോപിനാഥൻ, AT ഉമ്മർ, CH ആസിയ, ശാലിനി വളരാട്, KV ഇക്ബാൽ, E സഫീർ ജാൻ, അഷറഫ് പിലാക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ 224 പോയിന്റ് നേടി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ചാമ്പ്യന്മാരായി. 150 പോയിന്റ് നേടി മുതുതല പഞ്ചായത്തിനാണ് 2ാം സ്ഥാനം. ക്ലബ്ബുകളിൽ ഓങ്ങല്ലൂർ പൊലാശ്ശേരിക്കര ലെജൻഡ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യന്മാരായി. യാറം KYCക്കാണ് 2ാം സ്ഥാനം. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വിതരണം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി KP സുപ്രഭ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PP ഉണ്ണികൃഷ്ണൻ, ഷൈമ ഉണ്ണികൃഷ്ണൻ, V സൈദലവി, ഷെഫിന ഷുക്കൂർ, K ബിന്ദു, P പ്രസന്ന, ജഗദീഷ് ബാബു, DK ചിത്ര തുടങ്ങിയവർ സംസാരിച്ചു. പുരുഷന്മാരിൽ കായിക പ്രതിഭയായി മുതുതല പഞ്ചായത്തിലെ P മുഹമ്മദ് ഫായിസിനെ തിരഞ്ഞെടുത്തു. വനിതാ വിഭാഗത്തിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മഞ്ജുഷയാണ് പ്രതിഭ. സീനിയർ ഗേൾസ് വിഭാഗത്തിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ PV ആരതിയാണ് കായിക പ്രതിഭ. കലാപ്രതിഭയായി ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ P നസറുദ്ദീൻ, കലാതിലകമായി തിരുവേഗപ്പുറ പഞ്ചായത്തിലെ ആയിഷ ബഷീർ എന്നിവരെയും തിരഞ്ഞെടുത്തു. ജലസംരക്ഷണ സന്ദേശവുമായി തെരുവ് നാടകം അവതരിപ്പിച്ച് കയ്യടി നേടി വിദ്യാർത്ഥികൾ. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളാണ് ചെർപ്പളശ്ശേരിയിൽ തെരുവ് നാടകം അവതരിപ്പിച്ചത്. കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ചെറുപ്പളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിലാണ് ജലവിഭവ സംരക്ഷണം, ദ്രവമാലിന്യ സംസ്കരണ പ്രോത്സാഹനം എന്നീ പ്രമേയങ്ങൾ ഉയർത്തിക്കാട്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് തെരുവ് നാടകം അവതരിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വലിച്ചെറിയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
വലിച്ചെറിയുന്ന വസ്തു മുഴുവൻ എത്തിച്ചേരുന്നത് എവിടെയാണ്? നമ്മുടെ മണ്ണിനെയും ജലത്തെയും മലിനമാക്കാനാണ് വലിച്ചെറിഞ്ഞ എല്ലാ വസ്തുവും എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് വലിച്ചെറിയൽ വിരുദ്ധ വാരമാണ് ഈ ആഴ്ച വലിയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ജലാശയങ്ങളാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ക്യാമ്പയിൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിവിധ രീതിയിലുള്ള ക്യാമ്പയിൻ ഒരു മാസം കഴിഞ്ഞ് 2 മാസക്കാലം കൂടി നടത്തുന്നതിന്റെ ഭാഗമായാണ് ഈ ജനുവരി 26-ന് നമ്മുടെ കേരളത്തിലെ നമ്മുടെ നഗരസഭയിലായാലും എല്ലാ സ്ഥാപനങ്ങളും മാലിന്യമുക്തമാണ് എന്ന് പ്രഖ്യാപിക്കാൻ പോവുക. പരിപാടിയുടെ ഭാഗമായി പദയാത്രയും വാട്ടർ പാർലമെന്റ്, കടകളിൽ ഡാംഗ്ലറുകൾ തൂക്കുക തുടങ്ങിയ പ്രവൃത്തികളും സംഘടിപ്പിച്ചു. സ്കൂൾ SMC ചെയർമാൻ സിദ്ദീഖ് പറക്കാടൻ, പ്രിൻസിപ്പൽ TP ജയകുമാർ, NSS ജില്ലാ കോർഡിനേറ്റർ K പ്രഭാകരൻ, NSS പ്രോഗ്രാം ഓഫീസർ KK ജഹ്ഫർ, വളണ്ടിയർ കുമാരി രാഗേന്ദു P നാഥ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പൂക്കോട്ടുകാവിലെ 17 വയസ്സുകാരൻ ഗോകുൽ കൃഷ്ണയ്ക്കും നിരാലംബരായ രോഗികൾക്കും കരുതലായി പെരിങ്ങോട്ടുകുറിശി ദയാ ചാരിറ്റബിൾ ട്രസ്റ്റും പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ചേർന്ന് നടത്തിയ കാരുണ്യ വിപ്ലവത്തിന്റെ ഭാഗമായുള്ള ചികിത്സാ സഹായ വിതരണം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. 1,29,00,000 രൂപയാണ് കാരുണ്യ വിപ്ലവത്തിലൂടെ ആകെ സമാഹരിച്ചത്. ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞത് എനിക്ക് ആ കോവിഡ് കാലം ഓർമ്മ വരുന്നത്. അല്പം മരുന്ന് സൗജന്യമായിട്ട് കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ മരുന്നിന് ആവശ്യപ്പെട്ടുള്ള ഒരു പ്രവാഹമായിരുന്നു എൻ്റെ ഓഫീസിലേക്ക്. കാരണം എന്താ അറിയോ, മിക്കവാറും പേർക്ക് അസുഖമുണ്ട്. അസുഖം എന്ന് പറഞ്ഞത് ചികിത്സിക്കണം, പക്ഷെ അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അസുഖം മൂർച്ഛിച്ച അവസ്ഥ എത്തിയിട്ടാണ് നമ്മൾ പരിശോധിക്കുക. അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിണ്ടാവും. ഇപ്പോൾ ലക്ഷങ്ങളും കോടികളാണ് ഇപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടത്. അത്യാധുനിക ചികിത്സാ സൗകര്യമുണ്ട്, എല്ലാറ്റിനും മരുന്നും ചികിത്സയുണ്ട്. പക്ഷെ അവിടേക്ക് എത്താൻ പാവപ്പെട്ട ആളുകൾക്ക് കഴിയില്ലല്ലോ. അപ്പോൾ ഒരാൾ ചികിത്സ തേടി ആശുപത്രി പോകാൻ തുടങ്ങിയ ആ വീടിൻ്റെ കാര്യം പരിതാപകരമായി അദ്ദേഹം ആ കുടുംബനാഥനോ അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗമോ നിര്യാതനാവുമ്പോൾ ആ വീട് പോലും വിറ്റ് അവർ കടം വീട്ടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും. അതിഭീകരമായ ഒരവസ്ഥയാണ് ചികിത്സാ ചെലവ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ റിക്വസ്റ്റ് തരികയാണ്. ആരോഗ്യമായിട്ടുള്ള എല്ലാവരും ഒരു 3 മാസം കൂടുമ്പോൾ നമുക്ക് സൗകര്യങ്ങളുണ്ട്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, നിരവധി സർക്കാരിൻ്റെ സംവിധാനങ്ങളുണ്ട്, സൗജന്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പരിശോധന 3 മാസം കൂടുമ്പോൾ നടത്തണം. കൂടുതൽ പേർക്ക് അസുഖം വരാതിരിക്കട്ടെ. ചികിത്സാ സഹായ നിധിയിലൂടെയും മറ്റും ഉൾപ്പെടെ ആകെ സമാഹരിച്ച 1,29,00,000 രൂപയിൽ ഗോകുൽ കൃഷ്ണയുടെ ചികിത്സയ്ക്കും പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി അർഹരായ രോഗികളെയും കണ്ടെത്തിയുമാണ് തുക ചെലവഴിച്ചത്. രോഗങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന തികച്ചും നിർധനരായ 269 രോഗികൾക്കാണ് ചികിത്സാ സഹായം ചെക്കായി നൽകിയത്. 25 ലക്ഷത്തിലേറെ രൂപയാണ് പൂക്കോട്ടുകാവിൽ ബക്കറ്റ് വിപ്ലവത്തിലൂടെ മാത്രം ഒരു ദിവസം സമാഹരിച്ചത്. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സുമനസുകളെയും ദയയുടെ അഭ്യുദയകാംക്ഷികളെയും പങ്കെടുപ്പിച്ചാണ് 6 മണിക്കൂർ നീണ്ട കാരുണ്യ വിപ്ലവം സംഘടിപ്പിച്ചത്. അവയവം മാറ്റിവെച്ച 15 രോഗികൾക്കുള്ള മരുന്ന് വിതരണവും നടത്തി. 21 ദയാഭവനങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ദയ നിരവധി മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക ചെയർമാൻ EB രമേശ് അധ്യക്ഷനായി. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ജയശ്രീ, പ്രചോദന പ്രഭാഷകൻ ഗണേഷ് കൈലാസ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. കാരുണ്യത്തിന്റെ ഉറവിടമായി CH സെന്റർ പെരിന്തൽമണ്ണയിൽ യാഥാർത്ഥ്യമായി. ഉദ്ഘാടനത്തിന് ആളുകൾ ഒഴുകിയെത്തി. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ CH സെന്റർ നാടിന് സമർപ്പിച്ചു. ജാതിമത വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മാനുഷിക പരിഗണന ഒന്നു മാത്രം ലക്ഷ്യമാക്കിയാണ് CH സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. ആതുരാലയങ്ങളുടെ നഗരമായ പെരിന്തൽമണ്ണയിലും കനിവിന്റെ കേന്ദ്രമായ CH സെന്റർ യാഥാർത്ഥ്യമായി. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് സമീപത്തായാണ് CH സെന്റർ പ്രവർത്തന സജ്ജം ആയിരിക്കുന്നത്. രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന പാവങ്ങൾക്കും നിരാലംബർക്കും സെന്ററിലൂടെ സൗജന്യമായി സേവനങ്ങൾ നൽകും. നന്മയുടെ കവാടങ്ങൾ തുറന്ന പെരിന്തൽമണ്ണ CH സെന്ററിന്റെ ഉദ്ഘാടനത്തിന് ആയിരങ്ങൾ സാക്ഷിയായി. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ CH സെന്റർ ഉദ്ഘാടനം ചെയ്തു. ഈ അഭയകേന്ദ്രം പെരിന്തൽമണ്ണയ്ക്ക് സ്നേഹത്തിന്റെ കരങ്ങളാണ്. CH സെന്റർ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുടെയും വേദനിക്കുന്നവരുടെയും അഭയകേന്ദ്രങ്ങളാണെന്നും CH സെന്ററുകൾ വലിയ ജനസേവന കേന്ദ്രങ്ങളായി മാറിയെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വേദനയുറ്റ മുഖവുമായിട്ടായിരിക്കാം, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായ രീതിയിലാണ് പല ആശുപത്രികളിലേക്കും ആളുകൾ ചെല്ലുന്നത്. അവിടെ CH സെൻ്ററിൻ്റെ സഹായം അവർക്ക് ലഭിക്കുമ്പോൾ അവരിലേക്ക് പ്രതീക്ഷയുടെ
പുതിയ മലരുകൾ വിടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവർ സന്തുഷ്ടമായ ഒരു മനസ്സോടെയാണ് പിന്നീട് ആശുപത്രിയിൽ നിന്നും മടങ്ങുന്നത്. രോഗം മാറുന്നതെന്ന് മാത്രമല്ല, പ്രതീക്ഷയോടെയാണ് വീണ്ടും അവർ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ പെരിന്തൽമണ്ണയിലും ആ ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ CH സെൻ്ററിൻ്റെ ഈ സ്ഥാപനം കൊണ്ട് സാധിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. CH സെന്റർ ജനറൽ സെക്രട്ടറി KPM മജീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PK കുഞ്ഞാലിക്കുട്ടി MLA മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാനമായും നിരാലംബരായ ആളുകൾക്കുള്ള ഒരു ഗൈഡൻസാണ്, പിന്തുണയാണ്, ഒരു ധാർമ്മികമായ ബലമാണ്. നിങ്ങളുടെ കൂടെ CH സെൻ്റർ ഉണ്ട് എന്ന് പറയുന്നത് മനസ്സ് വല്ലാതെ വിഷമിച്ച് ആവശ്യമായ ഘട്ടത്തിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പിന്തുണയാണ്. ഓരോ പ്രദേശത്തുമുള്ള CH സെൻ്ററുകൾ, ശാസ്തങ്ങൾ സെൻ്റർ, മറ്റ് സെൻ്ററുകൾ, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സെൻ്ററുകളുടെ ഒക്കെ ഒരു പ്രധാന സേവനം എന്ന് പറയുന്ന അവിടെ ആശുപത്രികളുണ്ടാവും, ബാക്കിയുള്ളവരുണ്ടാവും. പക്ഷേ മരുന്നിനും ഭക്ഷണത്തിനുമൊക്കെ വിഷമിക്കുന്ന, സാധാരണഗതിയിൽ വല്ലാതെ പരിതപിക്കുന്ന ഒരു ഘട്ടത്തിൽ, വിഷമിക്കുന്ന ഒരു ഘട്ടത്തിൽ, ആ മുഹൂർത്തത്തിൽ അവിടെ CH സെൻ്റർ രംഗപ്രവേശം ചെയ്യുകയാണ്. അവരുടെ മുന്നിൽ ഗൈഡൻസും അതുപോലെ തന്നെ വേണ്ട സഹായങ്ങളും, അത്യാവശ്യം വേണ്ട സഹായങ്ങളൊക്കെ ലഭ്യമാക്കുക. ET മുഹമ്മദ് ബഷീർ MP, PV അബ്ദുൽ വഹാബ് MP, പാണക്കാട് അബ്ബാസ് അലി ശാബ് തങ്ങൾ, MLA മാരായ നജീബ് കാന്തപുരം, P അബ്ദുൽ ഹമീദ്, മഞ്ഞളാംകുഴി അലി, KK ആബ്ദ് ഹുസൈൻ തങ്ങൾ, N ഷംസുദ്ദീൻ, UA ലത്തീഫ് തുടങ്ങിയവർ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. വിവിധ പ്രവാസി ഘടകങ്ങൾ CH സെന്ററിന് സഹായ ഫണ്ട് കൈമാറി. KMCC ജിദ്ദ, ദുബായ്, അബുദാബി ചാപ്റ്ററുകളും UAE ഉമ്മുൽ ഖുവൈൻ മലപ്പുറം ജില്ലാ KMCCയുമാണ് തുക നൽകിയത്. സെന്റർ ജനറൽ സെക്രട്ടറി AK മുസ്തഫ, മരക്കാർ മംഗലം, V ബാബുരാജ്, AK നാസർ, SS അബ്ദുൽ സലാം, സലീം കുരുവമ്പലം, നാലകത്ത് സൂപ്പി, ഈസ, റഷീദ് ആലായൻ, P ഉണ്ണീൻ, അബൂബക്കർ ഹാജി, കുറ്റിരി മാനുപ്പ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം ഖത്തർ KMCCയുടെ സംഗീത വിരുന്നും നടന്നു. 4 നിലകളിലായാണ് പെരിന്തൽമണ്ണ CH സെന്റർ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പൂക്കോയ തങ്ങളുടെ നാമധേയത്തിൽ പാലിയേറ്റീവ് രംഗത്തെ നൂതന സംവിധാനങ്ങളോടെയുള്ള ഹോസ്പീസ് പ്രവർത്തിക്കുന്നുണ്ട്. മൃതദേഹങ്ങൾ പരിപാലിക്കുന്നതിനും മതാചാരപ്രകാരം കർമ്മങ്ങൾ നടത്തുന്നതിനും സൗകര്യമുണ്ട്. കോൺഫറൻസ് ഹാളും മീറ്റിംഗ് ഹാളും ഒരുക്കിയിട്ടുണ്ട്. ലബോറട്ടറി, ഫാർമസി, ഫിസിയോതെറാപ്പി സെന്റർ, ട്രോമ കെയർ സെന്റർ, വളണ്ടിയർ ട്രെയിനിംഗ് സെന്റർ തുടങ്ങിയവയും സജ്ജീകരിച്ചിട്ടുണ്ട്. കാപ്പുവട്ടത്തൂർ EV മുഹമ്മദ് ഹാജിയുടെ മക്കളായ അബൂബക്കർ, ഫൈസൽ എന്നിവർ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് CH സെന്റർ കെട്ടിടം നിർമ്മിച്ചത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശങ്ങളിലെ നിരാലംബരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ധനം സമാഹരിക്കാൻ പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിൽ ജാസി ഗിഫ്റ്റിന്റെ മെഗാ മ്യൂസിക് ഫ്യൂഷൻ ഷോ അരങ്ങേറി. സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ചാണ് സംഗീത വിരുന്ന് സംഘടിപ്പിച്ചത്. നമ്മുടെ സ്വന്തം ജാസി ഗിഫ്റ്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിറഞ്ഞ കയ്യടികൾ സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ ഒരു വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ജാസി ഗിഫ്റ്റ്. ഒരു നില പടർപ്പിൽ കുളിമൊഴിയൊഴുകി ഏകനായി തുന്നലിൽ ചിന്നി നിന്നാണോ എക്കരളിൽ താഴ്വരയിൽ ചെമ്പുതോ അഴകാവില മനച്ചരടില പുതാലിയുടെ കുളിരലകൾ അതിലിളകിയ കരിവളകൾ വയനാട് ദുരന്തത്തിൽ ഉൾപ്പെട്ട ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിലെ നിരാലംബരായ 50 കുട്ടികളുടെ വിദ്യാഭ്യാസം പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂൾ ഏറ്റെടുത്തിട്ടുണ്ട്. കുട്ടികളുടെ ഭാവി പഠനാവശ്യങ്ങൾക്ക് നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് ലക്ഷ്യം. ഈ കാരുണ്യ പ്രവർത്തനത്തിന് ധനം സമാഹരിക്കുന്നതിനാണ് സംഗീത സംവിധായകനും ഗായകനുമായ ജാസി ഗിഫ്റ്റിന്റെ മെഗാ മ്യൂസിക് ഷോ സംഘടിപ്പിച്ചത്. സ്കൂൾ അങ്കണത്തിൽ സംഗീത വിരുന്ന് അരങ്ങേറിയതോടൊപ്പം നന്മ മനസ്സുകളുടെ കരുതലിന്റെ വേദിയും കൂടിയായി ഈ സംഗീതരാവ്. പ്രസന്റേഷൻ സ്കൂളിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് മെഗാ മ്യൂസിക് ഷോ സംഘടിപ്പിച്ചത്.
വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നേരിട്ട് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ MH മുഹമ്മദ് അലിയെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അലി. ഈ സംഗീത പരിപാടിക്ക് പിന്തുണ നൽകിയവർ, പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് മികച്ച പ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ചവർ ഉൾപ്പെടെയുള്ളവരെ ചടങ്ങിൽ അനുമോദിച്ചു. നജീബ് കാന്തപുരം MLA, മലപ്പുറം ADM NM മെഹ്റലി, ലൂർദ് മാതാ ദേവാലയം വികാരി ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പറമ്പിൽ, സ്കൂൾ മാനേജർ സിസ്റ്റർ ജോളി ജോസ്, പ്രിൻസിപ്പൽ ജസ്മി തോമസ്, പ്രധാനാധ്യാപിക പ്രിൻസി ജോസ്, PTA വൈസ് പ്രസിഡന്റ് അമൃത സന്തോഷ്, AK സമീർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരും PTA അംഗങ്ങളും വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘം വയനാട് ദുരന്തബാധിത പ്രദേശങ്ങളും മലപ്പുറം, വയനാട് ജില്ലാ കളക്ടർമാരെയും സന്ദർശിച്ചിരുന്നു. തുടർന്നാണ് 50 വിദ്യാർത്ഥികളുടെ പഠന ആവശ്യത്തിന് ധനസഹായം നൽകാൻ തീരുമാനിച്ചത്. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. രജത ജൂബിലി നിറവിൽ ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. ആഘോഷ പരിപാടികൾ തിങ്കളാഴ്ച രാവിലെ 11:30 മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1999 ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിലാണ് കോളേജ് തുടങ്ങിയത്. ഇപ്പോൾ വിവിധ കോഴ്സുകളിലായി 1300ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ശില്പശാലകൾ, സെമിനാറുകൾ, ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ, കോളേജ് സൗന്ദര്യവൽക്കരണം, കെട്ടിടനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ K. പ്രേംകുമാർ MLA അധ്യക്ഷനാകും. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ വിശിഷ്ടാതിഥിയാകും. പാലക്കാട് ജില്ലയിൽ ആദ്യം അനുവദിക്കപ്പെട്ട ഒരേ ഒരു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് വന്നതും ആ കോളേജിൽ നിന്ന് നമ്മുടെ ജില്ലയ്ക്കും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും അഭിമാനമായിട്ട് നിലകൊള്ളുന്നതുമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഞാൻ MLA ആയി വന്നതിന് ശേഷം തന്നെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നാടിന് സമർപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അവിടെ നമുക്ക് നടത്താൻ സാധിച്ചു. അവിടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കെട്ടിട സമുച്ചയങ്ങളെല്ലാം നമുക്ക് അവിടെ കൊണ്ടുവരാനായി. ഞാനിവിടെ MLA എന്ന നിലയിലുള്ള ഫണ്ടിൽ നിന്ന്, നമുക്കറിയാം പല പല ആവശ്യങ്ങൾ നമുക്ക് വരും. അപ്പൊ MLA ഫണ്ടിൽ നിന്ന് ഒരു ബസ് നൽകിയത് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിനാണ്. ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകളും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ഒക്കെ ഉണ്ട്. കോളേജ് എന്ന നിലയിൽ നമ്മുടെ കോളേജിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയായി സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകേണ്ടതുണ്ട്.
വാർത്താസമ്മേളനത്തിൽ കെ പ്രേംകുമാർ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ KR രമേശ് ബാബു, ഡോക്ടർ യു സംഗീത എന്നിവർ പങ്കെടുത്തു. JCA ശ്രീകൃഷ്ണപുരത്തിന്റെ 14ാമത് സ്ഥാനാരോഹണ ചടങ്ങ് സംഗീത ശില്പം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. വിവിധ പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു. പ്രസിഡന്റ് ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സംഗീതചന്ദ്രൻ പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റു. സംഗീതയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി രജിത പ്രദീപ്, ട്രഷറർ ശ്രീയ പ്രസാദ് അടക്കം 13-അംഗ ഗവേണിംഗ് ബോർഡ് ചുമതല ഏറ്റെടുത്തു. JCI മുൻ ദേശീയ അധ്യക്ഷൻ സന്തോഷ് കുമാർ P മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജംഷാദ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വനിതാ വിഭാഗം ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വർഷ S കുമാർ, മേഖലാ വൈസ് പ്രസിഡന്റ് സുഹൈമ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിൽ കലാമണ്ഡലം ഭാഗ്യേശ്വരിക്ക് കലാരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. വിമൽ ഗോപുരത്തിന് ഈ വർഷത്തെ കമൽ പത്ര പുരസ്കാരം നൽകി. ബിസിനസ് രംഗത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള പുരസ്കാരങ്ങൾ KL ബേബി, സന്തോഷ് ശ്രീകൃഷ്ണപുരം ഡ്രീംസ് ബിൽഡേഴ്സ്, രാജൻ രുചി ഹോട്ടൽ എന്നിവർക്ക് സമർപ്പിച്ചു. ഈ വർഷത്തെ കുട്ടികളുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീകൃഷ്ണപുരം സ്പീക്കേഴ്സ് ക്ലബ്ബ് അംഗം മാസ്റ്റർ അർജുനെ ചടങ്ങിൽ ആദരിച്ചു. സ്പീക്കേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾക്കായി നടത്തിയ പ്രസംഗ മത്സരം വിജയികൾക്ക് ചടങ്ങിൽ സമ്മാന വിതരണം ചെയ്തു. മേഖലാ ഭാരവാഹികൾ, മറ്റ് യൂണിറ്റ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രോഗ്രാം ഡയറക്ടർ ദിലീപ് പാഞ്ചജന്യം, സെക്രട്ടറി രജിത പ്രദീപ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വാർഷിക സെമിനാറും പ്രതിഭ ആദരവും വായനോത്സവം സമ്മാന വിതരണവും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി PN മോഹനൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക രംഗത്ത് വായനശാലയുടെ ഉത്തരവാദിത്തം വളരെ വലുതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തനം എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ സാംസ്കാരിക പ്രവർത്തനമാണ് നമ്മളൊക്കെ നടത്തുന്നത്. നമ്മളെല്ലാവരും ഒരേ മേഖലയിൽ പല രീതിയിൽ പ്രവർത്തിക്കുന്നു മാത്രമേ ഉള്ളൂ. ഈ പ്രവർത്തനം, സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 10-35 കൊല്ലങ്ങളുടെ ഇടയിൽ, ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് 1990-കളിൽ എന്നാണ്. 90-കൾക്ക് ശേഷം സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള ആ രംഗത്തെ പ്രവർത്തനം തന്നെ വലിയ അളവിൽ മാറിയിട്ടുണ്ട്. സംസ്കാരം എന്ന് പറയുന്നത് ഒരു രണ്ടാം താക്കായിട്ട് പരിഗണിക്കേണ്ട ഒരു രണ്ടാം പരിഗണനാ വിഷയമല്ല. സമൂഹ പുരോഗതിയിൽ സാംസ്കാരിക പ്രവർത്തകന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ പ്രൈമറി ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. ഈ സങ്കല്പത്തിലേക്കാണ് കഴിഞ്ഞ 30 പതിറ്റാണ്ടുകൾക്കിടയിൽ ലോകം മാറിക്കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മളിവിടെ അനുശോചന പ്രമേയം പാസാക്കുമ്പോൾ മൻമോഹൻ സിംഗിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് PK ബാലചന്ദ്രൻ, പുരസ്കാര ജേതാക്കളായ ബീന ആർ ചന്ദ്രൻ, ഫാസിൽ റസാഖ്, PV ശ്രീധരവാര്യർ എന്നിവരെ ആദരിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TK നാരായണദാസ് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. താലൂക്ക് തല വായനാ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സത്യനാഥൻ, VP ഷാനിബ, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം MK പ്രദീപ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നാട്ടുകൽ പുതുമനക്കുളമ്പ് നൂറുൽ ഇസ്ലാം മദ്രസയ്ക്കായി നിർമ്മിച്ച കെട്ടിടം സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മദ്രസകളിൽ ഭൗതിക കാര്യങ്ങൾ പഠിപ്പിക്കാമെന്നും പഠനത്തിന് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ മദ്രസയോട് ചേർന്ന് 2 നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചത്. ക്ലാസ് മുറികൾ കൂടാതെ ഓഫീസ് റൂം, ടോയ്ലറ്റ് സംവിധാനം ഉൾപ്പെടെയുള്ളതാണ് കെട്ടിടം. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം MLA K പ്രേംകുമാർ, കൊടക്കാട് ഇമ്പിച്ചിക്കോയ തങ്ങൾ, ഹുസൈൻ തങ്ങൾ, ഹാമിദ് ആറ്റക്കോയ തങ്ങൾ, മഹൽ ഖത്തീബ്, ഫാരിസ് ഫൈസി, വാർഡംഗം CP സുബൈർ തുടങ്ങിയവർ പങ്കെടുത്തു.
വാണിയംകുളം മനുശ്ശേരി സ്വദേശി പ്രമോദ് വി മേനോന്റെ ആദ്യ ഇംഗ്ലീഷ് കവിതാ സമാഹാരം ട്രൂ ടു മൈ ഹേർട്ട് സ്പോണ്ടേനിയസ് ഇമോഷൻസ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരനും അഭിഭാഷകനുമായ PT നരേന്ദ്ര മേനോൻ പുസ്തകം പ്രകാശനം ചെയ്തു. വള്ളുവനാടിന്റെ മണ്ണിൽ നിന്നും ഇംഗ്ലീഷ് കവിതകൾ കോർത്തിണക്കിയ മറ്റൊരു കവിതാ സമാഹാരമാണ് വാണിയംകുളം മനുശ്ശേരി സ്വദേശി പ്രമോദ് വി മേനോൻ രചിച്ച ട്രൂ ടു മൈ ഹാർട്ട് സ്പോണ്ടേനിയസ് ഇമോഷൻസ് എന്ന പുസ്തകം. വിവിധ വിഷയങ്ങളിൽ ഊന്നിയ 23 കവിതകളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 30 വർഷം കൊണ്ടാണ് പ്രമോദ് കവിതകൾ രചിച്ചിരിക്കുന്നത്. ഒറ്റപ്പാലം റോട്ടറി ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരനും അഭിഭാഷകനുമായ PT നരേന്ദ്ര മേനോൻ പുസ്തകം പ്രകാശനം ചെയ്തു. All of you have learned the nursery rhyme, Twinkle, Twinkle, Little Star. When a child learns that song, he imagines the star twinkling in the sky, high above the moon, like a diamond in the sky. ഒന്നാനാം കുന്നിന്മേൽ ഒരടി കുന്നിന്മേൽ 1000 കിളികൂടണഞ്ഞു. What a wonderful sight. A flock of birds forming an Indradhanus, forming a rainbow-like formation, flies at the dusk to the nest in the faraway mountain. It ignites the imagination of the child. അമ്പാടി തന്നിൽ ഒരു ഉണ്ണി ഉണ്ടങ്ങനെ, ഉണ്ണിക്കൊരു ഉണ്ണിക്കുഴല ഉണ്ടങ്ങനെ, ഉണ്ണിക്കൈ രണ്ടിനും വെണ്ണയുണ്ടങ്ങനെ. We imagine the little child, the naughty child, who is the Almighty himself, playing on the lawn of the Ambadi gardens. Shankaracharya said, Mr. Pramod is also a Sanskrit scholar. So I am quoting, Satyajnanamanandam Nityamanagasham Paramagasham Goshta Prangana Ringana Lolamanayasam Paramagasham. O Lord, you are Satyam, you are Anantam, you are the sky, and you are the vacuum above the sky. You are eternal. But what are you doing? ഗോപവാണത്തിന്റെ അങ്കണത്തിൽ മുട്ടുകുത്തി കളിക്കുന്ന ഒരു ചെറിയ കുട്ടിയായി. A little child playing on his knees on the courtyard of the Gopawad. സർഗാത്മക രചനയിലും കഥ പറച്ചിലും പ്രമോദിന്റെ അഭിനിവേശമാണ് കവിതകൾ രചിക്കാൻ പ്രേരണയായത്. പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നിന്നും കൊമേഴ്സിൽ ബിരുദവും ഫിനാൻസിൽ MBAയും പ്രമോദ് നേടിയിട്ടുണ്ട്. കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിജിറ്റൽ ലീഡർഷിപ്പ് പ്രോഗ്രാമും പ്രമോദ് വി മേനോൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയിൽ ഫിനാൻസ് അനലിറ്റിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഓട്ടോമേഷന്റെ ഡയറക്ടറായി ജോലി ചെയ്യുകയാണ്. കൂടാതെ സർട്ടിഫൈഡ് ടെക്നിക്കൽ അക്കൗണ്ടന്റ് കൂടിയാണ് പ്രമോദ്. ക്രിയേറ്റീവ് റൈറ്റിംഗിനോട് അഗാധമായ സ്നേഹമുള്ള പ്രമോദിന് ചെസ്സും ക്രിക്കറ്റും കളിക്കാനും താല്പര്യമുണ്ട്. വായനക്കാർക്ക് പുതിയൊരു അനുഭവം തന്നെയായിരിക്കും തന്റെ കവിതകളെന്നും പ്രമോദ് അഭിപ്രായപ്പെട്ടു. I started writing in English, especially English poems, since 97-98 when I was in college. So over the period of last 30 years, whenever I have felt something very strongly, I have tried to express in my own words that have come straight from my heart, and something that can actually converse directly with hearts of the people who read. So it is not something which is planned and deliberate writing. Whenever I see something, when I feel that I should respond, I have tried to respond it in my own ways through my poems and verses. It is about loss, about love, about achievements, about great people who have inspired, influenced. These are topics that I have tried to cover, and also topics like
how the world politics is currently and about the inequalities that are prevalent in this world. These are things that are topics that are very close to my heart. Now I would leave it to the readers to read, enjoy, interpret, and I definitely feel that they would be able to connect well to these poems and the words that are expressed as poems. ഒറ്റപ്പാലം റോട്ടറി ക്ലബിന്റെ വാർഷികാഘോഷവും നടന്നു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ അമ്മാത്ത്, സെക്രട്ടറി സതീഷ് നായർ, വൈസ് പ്രസിഡന്റ് CP ബൈജു, ട്രഷറർ MGK മേനോൻ തുടങ്ങിയവരും പങ്കെടുത്തു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കൗതുക കാഴ്ചകളുമായി ചെർപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസ് സംഘടിപ്പിക്കുന്ന ടെക് എക്സ്പോ ജനുവരി 7-8 തീയതികളിൽ നടക്കും. അതിവിപുലമായ സൗകര്യങ്ങളോടെയാണ് ഇത്തവണ എക്സ്പോ ഒരുക്കിയിട്ടുള്ളതെന്ന് മലബാർ പോളിടെക്നിക് ക്യാമ്പസ് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ചെർപ്പളശ്ശേരിയുടെ അഭിമാനമായി മാറിയ മലബാർ പോളിടെക്നിക് ക്യാമ്പസ് എല്ലാ 2 വർഷം കൂടുമ്പോഴും സംഘടിപ്പിക്കുന്ന ടെക് എക്സ്പോ ആണ് ജനുവരി 7-8 തീയതികളിലായി ചെർപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ നടക്കുന്നത്. നൂതന സാങ്കേതിക രംഗത്തെ മികവ് പ്രകടിപ്പിക്കുന്നതിനും സാങ്കേതിക പ്രായോഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിനുമായാണ് മലബാർ പോളിടെക്നിക് ക്യാമ്പസ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. മലബാർ പോളിടെക്നിക് ക്യാമ്പസിലെ മെക്കാനിക്കൽ, സിവിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ഡിപ്പാർട്ട്മെന്റുകളിലെ വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന 200ഓളം പ്രൊജക്ടുകളാണ് ടെക് എക്സ്പോയിൽ പ്രദർശിപ്പിക്കുക. കൂടാതെ NCC പവലിയൻ, ഇല്യൂഷൻ റൂം, ലേസർ ഷോ, 3D ഷോ, റോബോട്ടിക്സ്, ഹൊറർ ഹൗസ്, ഫുഡ് കോർട്ട് തുടങ്ങിയ വിവിധ എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളും ടെക് എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ നടക്കുന്ന ചടങ്ങിൽ ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് മാനേജിംഗ് ഡയറക്ടർ ലക്ഷ്മി നാരായണൻ എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ക്യാമ്പസ് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പോളിടെക്നിക്കിൽ നിന്നും പിന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമായി 43ഓളം സ്ഥാപനങ്ങളിൽ നമ്മൾ നേരിട്ട് ക്ഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 3000-ത്തിലധികം വിദ്യാർത്ഥികളും പൊതുജനങ്ങളും നമ്മൾ ഈ 2 ദിവസത്തെ പ്രദർശനത്തിന് എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെ നൂതന സാങ്കേതിക രംഗത്തെ മികവ് പ്രകടിപ്പിക്കാനുള്ളൊരവസരം, അതുപോലെ തന്നെ സാങ്കേതിക പ്രായോഗിക വിദ്യാഭ്യാസത്തിൻ്റെ അനിവാര്യത, പ്രസക്തി പൊതുവെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവുമാണ് നമ്മൾ ഈ ടെക്സ്പോ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഓരോ കാര്യങ്ങളിലും നമ്മൾ ഈ സാങ്കേതിക വിദ്യാഭ്യാസം അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാകുന്നത് ജനങ്ങൾ അറിയുമ്പോഴാണ് സ്വാഭാവികമായും അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഇപ്പോൾ മലബാറിൽ തന്നെ 1-2 സംഭവങ്ങൾ, ഒരു പൈലറ്റ്, ഒരു സാധാരണ കുടുംബത്തിൽ നിന്നൊരു കുട്ടി പൈലറ്റായി 7 മണിക്കൂർ വിമാനം പരത്തിയൊരു സംഭവം. അതുപോലെ തന്നെ ലോകത്ത് ആരുടെ ശ്രദ്ധയിലും പെടാത്തൊരു നക്ഷത്രത്തെ അതിൻ്റെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഒരു സാധാരണ വീട്ടിലെ ഒരു വിദ്യാർത്ഥിയുടെ അനുഭവം, അതൊക്കെ നമ്മളതിൽ പ്രേരിപ്പിക്കുന്ന വസ്തുത. അപ്പം അതുപോലെ നമ്മുടെ സ്ഥാപനത്തിലും നമ്മൾ ഇതുവരെ നടത്തിയ ഈ പ്രദർശനങ്ങളിൽ നിന്ന് വളരെ അത്ഭുതകരമായ അവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്ന അവസ്ഥ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അതുണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എക്സിബിഷൻ കാണികൾക്കായി ഓപ്പൺ ചെയ്യുന്നത് 9:30-നാണ്. 9:30 മുതൽ 3:30 വരെ കാണികൾക്കായി തുറന്നു കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ 125ഓളം പ്രൊജക്റ്റ് വർക്ക് കാണാനുണ്ടാവും. അതുകൂടാതെ തന്നെ ഇല്യൂഷൻ റൂം, ലേസർ ഷോ, 3D ഷോ, റോബോട്ടിക്സ്, ഹൊറർ റൂം, അതുപോലെ IEDC സ്റ്റുഡൻസിൻ്റെ ഒരു ഫുഡ് കോർട്ട്, ഇത്രയും ഈവൻറ്റ്സാണ് പ്രധാനമായിട്ട് ഉണ്ടായിരിക്കുക. ഇത് കൂടാതെ തന്നെ എക്സ്പോ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് 3 ഈവൻ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഈവൻ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ പോളിടെക്നിക് വിദ്യാർത്ഥികളുടെയും പ്രൊജക്റ്റ് എക്സിബിറ്റ് ചെയ്യാനുള്ളൊരു വേദി നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ, അതായത് 10ാം ക്ലാസ്, +2 വിദ്യാർത്ഥികളുടെ സയൻസ് ഫെയർ പ്രൊജക്റ്റുകൾ പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു വേദി നമ്മൾ കൊടുക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കണ്ടക്ട് ചെയ്യുന്ന സ്കിൽ ടെസ്റ്റുകൾ, കാഡ് മാസ്റ്റർ, ലെയ്ത്ത്, അതുപോലുള്ള സ്കിൽ ടെസ്റ്റുകൾ കുട്ടികൾക്ക് പങ്കെടുക്കാനും ഒക്കെയുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. അവർ പ്രാക്ടിക്കലായിട്ട് അവരെ ചെയ്തു പഠിക്കുക എന്നുള്ളതിന് നമ്മൾ പ്രൊഫഷണൽ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക്
അങ്ങനെയാണ്. പക്ഷേ നമ്മളത് റിയലായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പോളിടെക്നിക്കിൻ്റെ ഒരു പ്രത്യേകത. മറ്റ് പല സ്ഥാപനങ്ങളിലും ഞാനത് ആക്ഷേപിക്കുകയല്ല, വെറും പ്രദർശനത്തിന് മാത്രം വെച്ചിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ കാണാനിടയായിട്ടുണ്ട്. പക്ഷെ ഇവിടെയുള്ള വർക്ക്ഷോപ്പുകളിലാകട്ടെ ലാബുകളിലാകട്ടെ അതൊക്കെ കുട്ടികൾക്ക് 100% ഉപയോഗയോഗ്യമായിട്ടുള്ള അവർ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങളാണ് നമ്മളെ ലാബുകളിലും വർക്ക്ഷോപ്പുകളിലും ഉള്ളത് എന്ന് മാത്രമല്ല, അവരുടെ റിയലായിട്ട് ജെന്യുവിനായിട്ട് അവർ വർക്ക് ചെയ്യുന്നു, പിന്നെ പ്രാക്ടിക്കൽ ചെയ്യുന്നു എന്നത് മാത്രമല്ല, വർഷത്തിൽ 2 വർഷത്തിലൊരിക്കലെങ്കിലും അവർ ചെയ്യുന്ന പ്രോജക്റ്റുകൾ പുറത്ത് ജനറൽ പബ്ലിക്കിന് വന്ന് കാണാനുള്ള അവസരം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. 43ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി 3000-ലധികം വിദ്യാർത്ഥികളും പൊതുജനങ്ങളും പ്രശസ്തരായ സാങ്കേതിക വിദഗ്ധരും ടെക് എക്സ്പോയിൽ പങ്കെടുക്കും. പോളിടെക്നിക് കോളേജുകളിലെ ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന തലത്തിൽ പ്രൊജക്ട് കോമ്പറ്റീഷനും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സയൻസ് എക്സിബിഷനും ടെക് എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് മലബാർ പോളിടെക്നിക് ക്യാമ്പസ് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലബാർ പോളിടെക്നിക് ക്യാമ്പസ് വൈസ് ചെയർമാൻ മരക്കാർ മാരായമംഗലം, സെക്രട്ടറി MP അബ്ദുറഹ്മാൻ മാസ്റ്റർ, ട്രഷറർ ഹുസൻകുട്ടി ഹാജി, വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് സാലിം K, ടെക് എക്സ്പോ കോർഡിനേറ്റർ അരുൺ R, വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികളായ പ്രകാശൻ K, സുനൈന K നൌഫൽ, മുഹമ്മദ് താഹിർ, കൃപ രാഗേഷ്, പബ്ലിക് റിലേഷൻ ഓഫീസർ മുഹമ്മദ് ഇസ്ഹാഖ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിന്തൽമണ്ണ ജില്ലാ ഹോസ്പിറ്റൽ കെട്ടിടങ്ങളെ ബന്ധിപ്പിക്കാൻ മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിക്കാൻ ആലോചന. ഇതിനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തും. TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ നൽകിയത് മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ്. തങ്ങൾ കൊടുത്ത വാർത്തയിൽ പിശക് കണ്ടെത്തിയാൽ വാർത്ത കൊടുത്ത അതേ ഊക്കോടെ അത് തിരുത്താനും തയ്യാറാവണമെന്നും ബൈജുനാഥ്. നാട്ടുകൾ തള്ളച്ചിറയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. പുളാക്കുറിശി പാടശേഖരത്തെ KV ഹാരിസിന്റെ 50 വാഴകൾ പന്നികൾ നശിപ്പിച്ചു. ജോലി മാത്രം മിച്ചം, കൃഷിയിൽ നിന്ന് 1 രൂപ വരുമാനം ലഭിക്കാത്ത സാഹചര്യമാണെന്നും കർഷകർ. ഒറ്റപ്പാലം ലക്കിടിയിൽ പ്ലൈവുഡ് സ്ഥാപനത്തിൽ തീപിടിച്ച് 15 ലക്ഷം രൂപയോളം നഷ്ടം. എവർഗ്രീൻ പ്ലൈവുഡ് എന്ന സ്ഥാപനത്തിലാണ് തീപിടിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.